തനിക്ക് വാഹനമേറുവാൻ ഒരു കഴുതയെ യേശു കണ്ടു. ഇനി എന്തിനാ ഈ കഴുതക്കുട്ടിയെ അവിടെ ഉടയവർ കെട്ടിയിട്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യം വായിക്കണം. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. അതിനെ വീണ്ടുകൊള്ളുന്നില്ല എങ്കിൽ അതിന്റെ കഴുത്തൊടിച്ച് കളയണം. എന്ന് വെച്ചാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ വീണ്ടുകൊള്ളണമെങ്കിൽ മോശയുടെ പ്രമാണം വിളിച്ചു പറയുന്നു, ആമേൻ, ആട്ടിൻകുട്ടിയെ പകരം കൊടുക്കണം. ആട്ടിൻകുട്ടിയെ പകരം കൊടുക്കാൻ വയ്യായെങ്കിൽ കഴുതയുടെ കഴുത്തൊടിച്ചു കളയണം. എന്ന് വെച്ചാൽ കൊന്നു കളയണം. ഫലം കൊടുക്കുന്ന പ്രയോജനമുള്ള ആടിനെ ഒരു ഫലമില്ലാത്ത വിഡ്ഢിയായ കഴുതയ്ക്ക് വേണ്ടി പകരം കൊടുക്കാൻ ഒരു ഉടയവരും തയ്യാറാകത്തില്ല. അങ്ങനെയെങ്കിൽ കഴുത ഇവിടെ കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടന്നത് മരണം പ്രതീക്ഷിച്ചു കിടക്കുകയാണ്. നോക്കിക്കേ, കെട്ടപ്പെട്ട് കിടന്ന കഴുതയെ കൊന്നുകളയാൻ ഉടയവർ തള്ളിക്കളഞ്ഞ കഴുതയെ രാജാതി രാജാവ് തനിക്ക് വാഹനമൃഗമായി തിരഞ്ഞെടുക്കുവാനിടയായി.